ഈ അസുഖം എങ്ങനെയാണ് ആദ്യം കണ്ടത്? ഇവിടെ നിന്ന് അറ്റാക്കായാണ് കൊണ്ടുപോകുന്നത്. 250 രൂപയ്ക്ക് ഒരു ആഴ്ചയില് പിന്നെ മരുന്ന് വാങ്ങുമ്പോൾ നിവർത്തിയിലവർക്ക് സഹായിക്കാന്നും പറഞ്ഞു ബ്ലോക്ക് മെമ്പറും വന്ന് അപേക്ഷ എഴുതി ഇവിടെ വെച്ചേക്കാണ്. വെച്ചെന്നാ പറഞ്ഞ് ഇനി അതിന്റെ ഇത് സ്കീമിന്റെ കഴിഞ്ഞു പോയി. എങ്ങനെയാ ജീവിക്കണ്ടേ? നമുക്ക് പിള്ളേർക്കൂടെ ജീവിക്കണ്ടേ? ജീവിക്കണം. എനിക്ക് ഈ അസുഖം മാറിയില്ലാതെ എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാം. നമസ്കാരം, ഇത് പെരുങ്കുഴി കോളിച്ചിറയാണ്. സുമ എന്നുള്ള ചേച്ചിയുടെ വീട്ടിലാണ്. കാരണം അത്രയും ഒരു വിഷയം ആയപ്പോഴത്തേക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. കാരണം സ്വന്തം മകനെ പഠിക്കാൻ പോലും വിടാതെ ജോലിക്ക് അയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന അമ്മ. ആ കാഴ്ചകളാണ് അതിദാരിദ്ര്യം എന്നൊക്കെ നമ്മുടെ പിണറായി തുടച്ചു മാറ്റി പറയുന്നുണ്ട്. ഒരിടത്തും അതിദാരിദ്ര്യമൊന്നും മാറിയിട്ടില്ല, ദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓടി വന്നതാണ്. ചേച്ചിട്ട് ചോദിക്കാം, എന്നിട്ട് വിളിച്ച് ചോദിക്കാം. ഹൃദയ സംബന്ധമായ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പെരുങ്കുഴി കോളിച്ചിറ സ്വദേശി സുമയുടെയും കുടുംബത്തിന്റെയും അവസ്ഥ അതിദയനീയമാണ്. ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങുന്ന അസുഖത്തെ തുടർന്ന് ചികിത്സയിലായ സുമയ്ക്ക് ജീവൻ നിലനിർത്താൻ ദിവസവും മരുന്ന് അത്യാവശ്യമാണ്. എന്നാൽ കടുത്ത ദാരിദ്ര്യം മൂലം ഒരാഴ്ചയായി മരുന്ന് പോലും വാങ്ങിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഈ വീട്ടമ്മ. എന്റെ പേര് സുമയെന്നാണ്. കോളിച്ചിറ ലക്ഷം വീട്ടിലാണ് എന്റെ വീട്. ഇതുവരെ എനിക്ക് ചികിത്സാ സഹായം ഒന്നും പറഞ്ഞ എനിക്ക് ഇതുവരെ ഒന്നും അർത്ഥപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഗുളികയ്ക്ക് തന്നെ ഒരുപാട് മുടക്കം വന്നു. ഹീമോര ഇതൊരു വരെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ആശുപത്രിയില് ഒരു സഹായങ്ങളും ഇപ്പൊ കിട്ടിയിട്ടില്ല. പിന്നെ ഇതാണ് അവിടെ നിന്ന് തന്ന സർട്ടിഫിക്കറ്റ്. ഇതുവരെ ഇപ്പൊ ചെറിയെങ്കിലും ആശുപത്രിയിലെ ചികിത്സയിലാണ് മെഡിക്കലിൽ പോകാൻ സാധിക്കുന്നില്ല. ഈ അസുഖം എങ്ങനെയാണ് ആദ്യം കണ്ടത്? ഇവിടെ നിന്ന് അറ്റാക്കായാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ചെറിയെങ്കിലാണ് പോകുന്നത്. ചെറിയെങ്കിലും ആശുപത്രി. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു. അവിടെ ചെന്ന് ബ്ലഡ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. മരുന്നിന് വേണ്ടത് ആഴ്ചയിൽ 250 രൂപ. അതിനു പോലും വകയില്ല. ഒരാഴ്ചത്തെ മരുന്നിന് 250 രൂപ ചിലവ് വരുന്നു. മേശിരിപ്പണിക്ക് പോകുന്ന ഭർത്താവിന് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ ജോലി ലഭിക്കുന്നുള്ളൂ. ആഴ്ചയിൽ 2-3-4 ദിവസം കാണും, പിന്നെ ജോലിയില്ല. അപ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടി തന്നെ. പിന്നെ വേറെ ആരും കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നുമില്ല. അവിടെ ഈ അസുഖമൊക്കെ അറിയായി. പിന്നെ ആരുടെ സഹായം ഉണ്ട്? അയൽവക്കക്കാരുടെ സഹായം ഇല്ല. ആരും ഒരു സഹായം ഇല്ലാതെ അവരങ്ങനെ ജീവിച്ചു പോകണം. ഈ 3 മക്കളെ നോക്കി അവൻ വേലയണ കൊണ്ട് അവളെ കാര്യങ്ങളും നോക്കണം, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അവളെ അച്ഛനും വല്ലപ്പഴ തേങ്ങോട്ടാണ് ജോലി. അതും വല്ലപ്പഴ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കും. തേങ്ങോട്ടാണ് ജോലി. അത് ചിലപ്പോൾ എന്നും കാണൂല. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോവും. 3-4 മുറ തേങ്ങിക്കാതെ അതിന് കിട്ടുന്ന ഒരു രോഗി അതിനും കൊടുക്കും. കീമോ ചെയ്യാനുണ്ടോ? അങ്ങനെ ഞാൻ അറിഞ്ഞു. ഇതിന് പോയിരുന്നത് പക്ഷേ എടുത്തില്ല, പറ്റിയില്ല. കീമോ എടുക്കാൻ പറ്റില്ലേ? എന്ത് പറ്റി? പോകാനുള്ള സാഹചര്യം പോലും ഇല്ലായിരുന്നു. ആന്റിഗ്രാം ചെയ്തായിരുന്നു. അതിനും എന്റെ ഹാർട്ട് വിഷയമുണ്ടല്ലേ? ഹാർട്ട് കുഴപ്പമാണ്. 2 ബ്ലോക്ക് ആയെന്ന് പറഞ്ഞു. ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് 3 കുട്ടികളുടെ പഠനവും വീട്ടുചിലവും ഒപ്പം ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്കാകുന്നില്ല. പലപ്പോഴും പട്ടിണി കിടന്നാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. തിരിഞ്ഞു നോക്കാതെ അധികാരികൾ 2 വർഷമായി ഈ ദുരിതത്തിൽ കഴിയുന്ന സുമയെ സഹായിക്കാൻ വാർഡ് മെമ്പറോ ബ്ലോക്ക് മെമ്പറോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും കുടുംബം പരാതിപ്പെടുന്നു. എങ്ങനെയാ ജീവിക്കണ്ടേ? നമുക്ക് പിള്ളേർക്കൂടെ ജീവിക്കണ്ടേ? ജീവിക്കണം. എനിക്ക് ഈ അസുഖം മാറിയില്ലാതെ എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പറയുന്ന മരുന്ന് കഴിക്കാതിരുന്ന എങ്ങനെ? മരുന്ന് എങ്കിലും കിട്ടണ്ടേ കറക്റ്റായിട്ട്? മരുന്നെങ്കിലും കിട്ടണം. സുമയ്ക്ക് അടിയന്തരമായി മരുന്നും ചികിത്സാ സഹായവും ആവശ്യമാണ്. സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. സഹായിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ ബാങ്ക് അക്കൗണ്ട് നമ്പറിലോ ഈ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആരും ചോദിക്കുകയോ സഹായിക്കുകയും ചെയ്യായിരുന്നു? പഞ്ചായത്ത് മെമ്പർ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. മെമ്പർ ആരാണ്? അനിയായിരുന്നു. ഇപ്പൊ ആരാ? പുതിയ ആളാണ്. അശ്വതി. പേരെന്താണ്? അശ്വതി. അശ്വതി ഏത് പാർട്ടിയാണ്? കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ?
സഹായിക്കാന്നും പറഞ്ഞ് ബ്ലോക്ക് മെമ്പറും വന്ന് അപേക്ഷ എഴുതി ഇവിടെ വെച്ചേക്കായിരുന്നു. വെച്ചിരുന്ന പറഞ്ഞ് ഇനി അതിന്റെ ഇത് സ്കീമിന്റെ ഇത് കഴിഞ്ഞു പോയി, അത് ഇനി വരുമ്പോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയും ഒരു സഹായവും കിട്ടിയിട്ടില്ല. വിസ്മയ ന്യൂസിന്റെ റിപ്പോർട്ടർ തങ്ങളുടെ റിപ്പോർട്ടർ സുമയുടെ ദയനീയാവസ്ഥ കണ്ട് വാർഡ് മെമ്പറുടെ ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ താൻ PTA മീറ്റിംഗിലാണെന്നും തിരക്കാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. ജനപ്രതിനിധികളുടെ ഇത്തരം അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. ഇതിപ്പോ കുറെ ദിവസമായിട്ട് ഈ ഒരു മാഡം ഇങ്ങനെ കിടക്കുകയാണ്. കാരണം അവരാരും തിരിഞ്ഞു നോക്കില്ല, മെമ്പർമാരും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അത്രയും നിങ്ങൾ ഈ അതിദാരിദ്ര്യം തുടച്ചു നീക്കിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. 250 രൂപയ്ക്ക് ഒരു ആഴ്ചയില് പിന്നെ മരുന്ന് വാങ്ങുമ്പോൾ നിവർത്തിയില്ലവർക്ക് ഇവർക്ക് അത് നിങ്ങൾ ആര് സഹായത്തോടെ എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ വന്നത്. ഇങ്ങനെ നിങ്ങള് പിന്നെ മെമ്പർ ഹസ്ബൻഡ് അല്ലേ, അവരെ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങളുടെ മക്കളുടെ PTA മീറ്റിങ്ങിന് പോകാനുള്ള സമയമുണ്ട്, ഇത്രയും ജനങ്ങളുടെ കാര്യം നോക്കാൻ സമയമില്ലല്ലേ? അതിന് ചേട്ടാ അതാണ് ചോദിച്ചത്. കാരണം ഈ അവസ്ഥ തുടങ്ങിയിട്ട് ഇന്നും തുടങ്ങിയല്ല, ഇന്ന് ഞാൻ വന്നപ്പോഴത്തേക്കോ ഇന്നലെ തുടങ്ങിയല്ല. ഇത്രയും കാലമായിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് അവര് സങ്കടമാണ്, എന്റെ സങ്കടമല്ല, അവരെന്റെ പറഞ്ഞാണ്. ഇല്ല, അദ്ദേഹത്തിനോട് ഒന്ന് ബന്ധപ്പെടാൻ പറയാൻ പറ്റുമോ? ഈ നമ്പറിലോ മറ്റോ ഒന്ന് അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ പറയാൻ പറ്റുമോ? കാരണം താങ്കൾ വിളിച്ച ഫോൺ എടുക്കും, ഞങ്ങൾ വിളിച്ച ഫോൺ എടുക്കില്ല. ഒന്ന് ബന്ധപ്പെടാൻ പറയാം. കാരണം വേറെ കൊണ്ടില്ല, അവര് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവര് മരുന്ന് കഴിച്ചിട്ടില്ല. 250 രൂപ ഒരാഴ്ച എടുക്കാൻ പറ്റുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. എന്ത് ചെയ്യണം ചേട്ടൻ തന്നെ പറയാം. എനിക്കൊന്നും കുറ്റപ്പെടുത്തുന്ന ആളല്ല, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോഴും അത്രയും മോശം അവസ്ഥ ആയതുകൊണ്ടാണ് എന്നെ വിളിച്ചത്, ഞാൻ വന്നത്. അല്ല, നിങ്ങൾ നിസ്സഹായാവസ്ഥയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു പ്രജയല്ലേ, അവരെല്ലാം വോട്ട് ജയിപ്പിച്ച ആളല്ലേ ഇത്. അവരവസ്ഥയും കൂടെ ഒന്ന് ആലോചിക്കണ്ടേ? അമ്മ 10ാം ക്ലാസ്സിൽ പഠിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിളിക്കുന്ന അവിടെ PTA മീറ്റിങ്ങിന് പോകുന്ന അവരെ മോനെ അവർക്ക് പഠിക്കാൻ പറ്റിക്കാത്തതുകൊണ്ട് അവർ ജോലിക്ക് വിട്ടേക്കുന്നു. പൈസ കൊടുത്ത് സ്കൂളിൽ അഡ്മിഷൻ നേടാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. ഇവിടെ IT തന്നെ പൈസ അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. അല്ലാതെ ഇത് ഒരാഴ്ചത്തെ ഗുളികയ്ക്ക് പോലും ഒരു ദിവസത്തേക്കില്ലായിരുന്നു. എനിക്കെന്നാണ് ഇതിനൊക്കെ ഗുളിക ഇല്ലാതെ വേണം. അപ്പൊ അഡ്മിഷൻ എടുക്കാനുള്ള പൈസ കാണും? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. 2 വർഷമായി ഇവിടെ കിടപ്പിലായിട്ട് ഒരു മനുഷ്യര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആർക്കും ചെന്ന് ചോദിച്ചിട്ടില്ല. ഒരു ഗുളികയ്ക്ക് വേണ്ടി 2 വർഷമായി ഞാൻ ഒരു സ്ഥലത്തും ചെന്ന് പരാതിയും പറഞ്ഞിട്ടില്ല. ചെന്നിട്ടുണ്ടോ? പറ്റാത്തോണ്ടാണ് ഞങ്ങള് മീഡിയയെ വിളിച്ചത്. നമുക്ക് ഒരു സഹായത്തിന് വേണ്ടി അല്ലേ? നമ്മൾ ആരെയും കുറ്റം പറയാനാണോ ഞാൻ വിളിച്ചത്? തൊഴിലുറപ്പിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. കുട്ടികളും ഉണ്ട്, അവർക്ക് വിശപ്പിന് ആഹാരം കൊടുക്കണ്ടേ? സ്കൂളിൽ വരെ പോകുന്നേ, വിശന്ന് പോയിട്ടുണ്ട് എന്റെ കുട്ടികൾ. ചേട്ടാ ഇതാണ് അവസ്ഥ ചേട്ടാ. ഞാൻ എന്ത് ചെയ്യാനുണ്ട്? എനിക്കിത് അവരെ വിളിച്ചപ്പോ എനിക്ക് വാർത്തകരിക്കാൻ പറ്റത്തില്ല. വാർത്ത ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ചേട്ടൻ ദയവ് ചെയ്ത് മെമ്പറിന്റെ ഒന്ന് പറയുക, ഹെൽപ്പ് ചെയ്യാൻ പറയുക. മെമ്പർ പോലും മെമ്പറെ വന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ 2 വർഷമായി ഇവിടെ കിടക്കുന്നത്. എന്റെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അയൽക്കൂട്ടം നടത്തിയ സമയത്ത് വരെ ഇങ്ങനെ വയ്യാതായവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അയൽക്കൂട്ടത്തിലെ അംഗങ്ങളെ തിരിച്ചു. പക്ഷെ എനിക്ക് ഇന്നത് വരെ ഒരു സഹായം കിട്ടിയിട്ടില്ല. ചേട്ടാ വാസ്തവം ഇതാണ്, നമ്മളത് അന്വേഷിച്ചു. വാസ്തവം ഇതാണ്, ഇത്രയും വിഷയങ്ങളുണ്ട് ചേട്ടാ. എന്തായാലും ദൈവയെ സഹായിക്കുക. നമുക്ക് ദൈവയെ സഹായിക്കാൻ പറയാൻ പറ്റുള്ളൂ, നമ്മൾ ആജ്ഞാപിക്കാൻ നമ്മൾ ആരുമല്ല. ഹലോ ചേട്ടൻ കട്ടിയിട്ട് പോയി. ഏതായാലും ഈ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വളരെ പാവപ്പെട്ട ആൾക്കാർ, അവർക്കൊന്നും പുറത്ത് പറയാനോ അല്ലെങ്കിൽ ഒരു അവസാന ഒരു അവസ്ഥയിലാണ് നമ്മളെയൊക്കെ വിളിച്ച് പറഞ്ഞത്. നമുക്കിത് കണ്ടപ്പോൾ സ്വീകരിക്കാൻ പറ്റത്തില്ല. കൊച്ചുങ്ങൾ സ്കൂളിൽ പോയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാതെ കേൾക്കുമ്പോഴത്തേക്കാണ്. എന്തായാലും ബിസിനസ് വേണ്ടി സേത് മാരാസിനെയോ